ഹലോ, ഞാൻ ഇന്നൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴാണ് അതിന് 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുഴക്കാം. ഇനി ഇതിലേക്കൊരു 5 ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കണേണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഇത്തിരി കൈവെള്ളം തെളിച്ചൊന്ന് ഇതൊന്ന് ഒരു 2 വിസലിന് നമുക്ക് എടുക്കാം. കൈവെള്ളം തെളിച്ചാൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതൊരു 5 വലിയ സവാള ഞാൻ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേണ്. പിന്നെ ആവശ്യമുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ തുടം വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്. ഇതൊക്കെ ഒന്ന് ചതച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ അതേ 2 വിസലിന് ചിക്കൻ വെന്ത്, ഉരുളക്കിഴങ്ങ് വെന്തില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 2 വിസലിനും കൂടെ ഞാൻ ഇട്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ ചട്ടി വെച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി സവാള എല്ലാം ഇതിനകത്തേക്ക് ഇടാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിച്ചീരയുണ്ട്, പുതിന മേടിക്കാൻ കിട്ടിയില്ല, അപ്പോൾ ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അയാ ആഹാ ഇവിടെ ഇരിക്കുന്നേനാ. അയാൻ ഇച്ചിരി പുതിന പൊട്ടിച്ചു തരുമോ ചാച്ചുമിക്ക്? കുറച്ച് ഇങ്ങനെ നുള്ളി എടുക്കും. പിന്നെ ഞാൻ നട്ടതാണ്. മതി. പിന്നെ ദേ എൻ്റെ തക്കാളി പഴുത്തെടുക്കണുണ്ടോ? ദേ അയാനെ അത് പൊട്ടിച്ച് അതാ പുതിനതാ. കളിച്ചോട്ടാ. വെച്ചത് ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ വാടി വെക്കും. ഇപ്പോൾ പച്ചമുളകെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി ഉപ്പ്. വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ മസാലയിലേക്കുള്ളതാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ പിച്ച് വെച്ച് അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ചേർക്കാം. അപ്പോൾ അതേ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ കുത്തി കൊടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ബ്രെഡ് പൊടിയാണ് എടുത്തത്. ബ്രെഡ് പൊടിച്ചതാണ്. റസ്ക് പൊടി എടുത്തില്ല. റസ്ക് പൊടി എടുക്കുമ്പോഴേ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു. ഇതാണ് നല്ലത്. ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഉണ്ട്. ഇനി ഞാനിത് ഒരു ഓവൻ ഷേപ്പിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. 2 പ്ലേറ്റിലുണ്ട്. ഇനിയിപ്പോൾ അതേ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റസ്ക് പൊടിയിൽ. അപ്പോൾ അറിയാമല്ലോ, ഇതൊക്കെ ഇനി മുക്കാനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത് ഞാൻ മുക്കിയിട്ട് കാണിച്ചു തരാം. ഒരെണ്ണം മുക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കണത് എന്താണെന്ന് അറിയാമല്ലോ, ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പോൾ ഓരോന്നും ഞാനിതുപോലെ ആക്കി വെക്കട്ടെ.
അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ റസ്കിൽ മുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇതെല്ലാം ഇതിലേക്ക് ആക്കി വെക്കും. എന്നിട്ട് ആവശ്യത്തിന് പൊരിക്കാൻ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഇനി ഇത് പൊരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. ജയ എന്താ വേണ്ടത് ജയാക്ക്? അപ്പം ഞാൻ കട്ട്ലേറ്റ് പൊരിക്കാൻ പോണേണ് കേട്ടോ. അതെ, ചൂടായിട്ടില്ല എണ്ണ. ചൂടായ എണ്ണ ഉണ്ട്. മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതേ നല്ലപോലെ മുരിഞ്ഞിവിടെ വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറായിട്ടുണ്ട് കണ്ട. എണ്ണയൊന്നും കരിഞ്ഞിട്ടില്ല. എണ്ണ പത പോലെ വന്നിട്ടില്ല. എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല കണ്ട. അടുപ്പിൽ നിന്ന് കോരി എടുത്തതേ ഉള്ളൂ. അതുപോലെ ഞാനിവിടെ കപ്പ, മധുരക്കപ്പ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട. വാ, മധുരക്കപ്പ ഇങ്ങനെ പുഴുങ്ങണയിൽ നല്ലത് ഇങ്ങനെ ആവിയിൽ ചുട്ടെടുക്കണതാണ് നല്ലത്. എത്ര വേണം? മതിയാ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതിങ്ങനെ കാണാൻ ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞേ. അപ്പം ഞാനിവിടെ കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, മധുരക്കപ്പ ചുട്ട് വെച്ചിട്ടുണ്ട്. മധുരക്കപ്പ ആവിയിലല്ല കേട്ടോ, ഇത് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ച് ചുട്ടെടുത്തതാണ്. അതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി ഉണ്ട്. അപ്പോൾ മധുരക്കപ്പ ചെയ്യണത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.